യോശുവ അദ്ധ്യായം 22. അക്കാലത്ത് യോശുവ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതിഗോത്രത്തെയും വിളിച്ചു അവരോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എൻ്റെ വാക്കനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കാലമെല്ലാം നിങ്ങളുടെ സഹോദരന്മാരെ ഇന്ന് വരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നടന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്കും ദൈവദാസനായ മോശ യോർദാന് കിഴക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശദേശത്തേക്കും മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവനോട് ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് ദൈവദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ഉത്സാഹിപ്പിൻ. ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച് യാത്ര അയച്ചു. അവർ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് പോകുകയും ചെയ്തു. മനശ്ശെയുടെ പാതിഗോത്രത്തിന് മോശ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മറ്റേ പാതിഗോത്രത്തിന് യോർദാന് പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു. അവരെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞത്, വളരെ നാൽക്കാലികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ടുകൊള്ളുകയും ചെയ്യുവിൻ. അങ്ങനെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും മോശ മുഖാന്തരം കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ കീഴടക്കിയിരുന്ന അവകാശദേശമായ ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ഗിലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ടു പുറപ്പെട്ടു. അവർ കനാൻ ദേശത്തിലെ യോർദാന്യ പ്രദേശമായ ഗിൽഗാലിൽ എത്തിയപ്പോൾ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും യോർദാന് സമീപത്ത് കാഴ്ചയ്ക്ക് വലുതായ ഒരു യാഗപീഠം പണിതു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും കനാൻ ദേശത്തിന്റെ കിഴക്ക് പുറത്ത് യോർദാന്യ പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് നേരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു. ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ഗിലോവിൽ കൂടി. ഇസ്രായേൽ മക്കൾ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ പുരോഹിതനായ എലിയാസറിന്റെ മകനായ ഫീനെഹാസിനെയും അവനോടുകൂടി ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ പിതൃഭവനത്തിന് ഓരോ പ്രഭുവീതം 10 പ്രഭുക്കന്മാരെയും അയച്ചു. അവരിൽ ഓരോരുത്തനും താന്റെ പിതൃഭവനത്തിൽ ഇസ്രായേലിയ സഹസ്രങ്ങൾക്ക് തലവനായിരുന്നു. അവർ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞതെന്തെന്നാൽ, കർത്താവിന്റെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്മാഞ്ഞ ഒരു യാഗപീഠം പണിതു. ഇന്ന് ദൈവത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തോട്
ചെയ്തിരിക്കുന്ന ഈ വഞ്ചന എന്ത്? പെയോറിൽ നാം ചെയ്ത കൃത്യം നമുക്ക് പോരായോ? അത് നിമിത്തം കർത്താവിൻ്റെ സഭയ്ക്ക് ബാധ ഉണ്ടായിട്ടും നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ചു തീർന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഇന്ന് കർത്താവിനെ വിട്ടുമാറി കർത്താവിനോട് മത്സരിക്കുന്നു. നാളെ അവൻ ഇസ്രായേലിന്റെ സർവ്വസഭയോടും കോപിപ്പാൻ സംഗതിയാകും. നിങ്ങളുടെ അവകാശദേശം അശുദ്ധമെങ്കിൽ കർത്താവിൻ്റെ തിരുനിവാസമായിരിക്കുന്നതുമായ കർത്താവിൻ്റെ അവകാശദേശത്തേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവിൻ. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് കർത്താവിനോട് മത്സരിക്കരുത്, ഞങ്ങളോട് മത്സരിക്കരുത്. കർമ്മിയുടെ മകനായ ആഖാർ ശാപവസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും മേൽ വീണില്ലയോ? അവൻ ഒരുവൻ അവന്റെ പാപത്തിൽ നാം എല്ലാവരും നശിച്ചു. അതിന് രൂപേന്യരും ഗാദ്യരും മനുഷ്യയുടെ പാതിഗോത്രവും ഏലിയാസാരിന്റെ മകനായ ഫീനെഹാസിനോടും ഇസ്രായേല് സഹസ്രങ്ങളുടെ തലവന്മാരോടും ഉത്തരം പറഞ്ഞത്, കർത്താവ് ദൈവാദി ദൈവവും കർത്താദി കർത്താവുമാകുന്നു. അവൻ തന്നെയാകുന്നു ഞങ്ങൾക്കും ഇസ്രായേലിനും ദൈവം. ഞങ്ങൾ കർത്താവിനോടുള്ള മത്സരത്താരോ ദ്രോഹത്താരോ ഇങ്ങനെ ഞങ്ങൾ ചെയ്തുവെങ്കിൽ ഇന്നു തന്നെ അവൻ ഞങ്ങളെ രക്ഷിക്കാതെ പോകട്ടെ. കർത്താവിനെ വിട്ടുമാറേണ്ടതിന് ഞങ്ങൾ ഒരു യാഗപീഠം പണിതു എങ്കിൽ അല്ല, അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിപ്പാനോ സമാധാനയാഗങ്ങൾ കഴിപ്പാനോ ആകുന്നു എങ്കിൽ കർത്താവ് തന്നെ പകരം ചോദിച്ചു കൊള്ളട്ടെ. നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ? ഞങ്ങളുടെയും രൂപേന്യരും ഗാദ്യരുമായ നിങ്ങളുടേതും മധ്യ ദൈവം യോർദാനെ അതിരാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ ഒരു ഓഹരിയില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ ഭജിക്കാതിരിപ്പാൻ സംഗതി വരുത്തും എന്നുള്ള ഭീതി കൊണ്ടത്രേ ഞങ്ങൾ ഇത് ചെയ്തത്. അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിയുക എന്ന് ഞങ്ങൾ പറഞ്ഞു, ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല. ഞങ്ങൾ തൻ്റെ നാമം വസിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാനയാഗങ്ങളാലും അവൻ്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഓഹരിയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതിനും അത്രേ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാഗത്തിനെന്നല്ല ഹനനയാഗത്തിനുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും സാക്ഷിയായിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ദൈവത്തിൻ്റെ യാഗപീഠത്തിൻ്റെ പ്രതിരൂപം കാൺമിൻ എന്ന് മറുപടി പറയുവാൻ ഇടയാകും. ഞങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ തിരുനിവാസത്തിൻ്റെ മുമ്പാകെയുള്ള അവൻ്റെ യാഗപീഠം ഒഴികെ ഹോമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠം ഉണ്ടാക്കി ദൈവത്തോട് മത്സരിക്കുകയും ഇന്ന് ദൈവത്തെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്കിടയാകരുതേ. രൂപേന്യരും ഗാദ്യരും മനുഷ്യയുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫീനെയാസും അവനോടുകൂടി സഭ പ്രഭുക്കന്മാരായ ഇസ്രായേല്യ
സഹസ്രങ്ങൾക്ക് തലവന്മാരും കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. പുരോഹിതനായ ഏലയാസിന്റെ മകൻ ഫീനെയാസ് രൂബേന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനശ്ശെയുടെ മക്കളോടും, നിങ്ങൾ കർത്താവിനോട് അകൃത്യം ചെയ്തിട്ടില്ലായക കൊണ്ട് കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളെ കർത്താവിന്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പുരോഹിതനായ എലിയാസറിന്റെ മകൻ ഫിനെഹാസും പ്രഭുക്കന്മാരും രൂബേന്യരെയും ഗാദ്യരെയും വിട്ട് ഗിലെയാദ് ദേശത്ത് നിന്ന് കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവരോട് കാര്യമറിയിച്ചു. ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. രൂബേന്യരും ഗാദ്യരും പാർത്ത ദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല. രൂബേന്യരും ഗാദ്യരും കർത്താവ് തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യസാക്ഷി എന്ന് പറഞ്ഞ യാഗപീഠത്തിന് സാക്ഷിയിൻ യാഗപീഠം എന്ന് പേര് വിളിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.